കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോ ഏകജാലക അപേക്ഷയ്ക്ക് വേണ്ട രേഖകൾ എന്തൊക്കെ, ഫീസ് വിവരങ്ങൾ എന്തൊക്കെയാണ്, ഈ വിവരങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടോളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി CAPED രജിസ്ട്രേഷൻ ആരെല്ലാം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ഉത്തരം. റെഗുലർ ഡിഗ്രി ചെയ്യുന്ന എല്ലാവരും. ചില വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആയിരിക്കും നടത്താൻ ഉദ്ദേശിക്കുന്നത്. വേറെ ചില വിദ്യാർത്ഥികൾ ഗവൺമെന്റ് കോളേജുകൾ അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലെ മെറിറ്റ് സീറ്റ് ആയിരിക്കും ലക്ഷ്യം വെക്കുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായാണെങ്കിലും CAPED രജിസ്ട്രേഷൻ ചെയ്യണം. CAPED രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ഇതിന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കണം എന്ന് വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിച്ചു വെച്ച് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ വിവിധ തരത്തിൽ വിവിധ വിഭാഗക്കാർ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാനുള്ള പരക്കം പാച്ചിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, CAPED രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് സിംഗിൾ വിൻഡോ അപേക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും ആവശ്യമില്ല. സിംഗിൾ വിൻഡോ അപേക്ഷയ്ക്ക് വേണ്ട രേഖകൾ ഇത്ര മാത്രമാണ്. അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന്, ഫോട്ടോ നിങ്ങളുടെ കയ്യിലില്ലേ? രണ്ടാമത്തെ, ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ്. മൂന്നാമത്തെ, നിങ്ങളുടെ +2 റിസൾട്ട് ഡീറ്റെയിൽസ്, അതും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ നാലാമത്തേത് വേണ്ട അപ്പാർ ID ആണ്. നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ് അപ്പാർ ID എന്ന് പറയുന്നത്. അതും നിങ്ങളുടെ കയ്യിലുള്ളതാണ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷന് വേണ്ടി ഫീ അടയ്ക്കണം. ഫീ സാധാരണ നോർമൽ കേസിൽ വരുന്ന ഫീ എന്ന് പറയുന്നത് 495 രൂപയാണ് ഫീസ് വരുന്നത്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് 495 രൂപയും SC ST വിഭാഗക്കാർക്ക് 205 രൂപയുമാണ് ഫീസ് ആയിട്ട് വരുന്നത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CAPED രജിസ്ട്രേഷൻ അഥവാ സിംഗിൾ വിൻഡോ അപേക്ഷ പൂർത്തീകരിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്തിനാണ് ചില ആളുകളെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് തുടങ്ങി വിവിധ സർട്ടിഫിക്കറ്റുകൾ വളരെ പരക്കം പറഞ്ഞ പോലെ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നടക്കുന്നു വിദ്യാർത്ഥികൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ആവശ്യം വരുന്നത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് തെളിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കാസ്റ്റ് തെളിയിക്കണം. അതിന് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതായത് കേരള സിലബസ് SSLC കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് കാസ്റ്റ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി അവരുടെ SSLC സർട്ടിഫിക്കറ്റ് മതി. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി അവരുടെ അഡ്രസ്സ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ടും SSLC സർട്ടിഫിക്കറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതായത് SSLC സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സും നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷയിലുള്ള അഡ്രസ്സും ഒരുപോലെയാണെങ്കിൽ അതിനും SSLC സർട്ടിഫിക്കറ്റ് മതി. അപ്പൊ കാസ്റ്റ് തെളിയിച്ചു, നാറ്റിവിറ്റി തെളിയിച്ചു. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻ വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി അപേക്ഷാ സമയത്ത് വേണ്ട, നിങ്ങൾ NCL കാറ്റഗറി എന്ന അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സാധാരണ NCL വിഭാഗത്തിൽ വരുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് വരുമാന പരിധി 4 ലക്ഷത്തിൽ താഴെ വരുന്ന ആളുകളാണ് സാധാരണ NCL സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ OBC ഹിന്ദു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും NCL റിസർവേഷൻ ലഭിക്കും. അത്തരത്തിൽ ആ റിസർവേഷനിൽ അഡ്മിഷൻ ലഭിച്ച ആളുകൾ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് NCL സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അല്ലാതെ അപേക്ഷാ സമയത്ത് NCL സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപേക്ഷയിൽ NCL ആണോ അഥവാ നോൺ ക്രിമിലെയർ ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി NCL ആണെന്ന് നൽകിക്കഴിഞ്ഞ് ആ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിയുമ്പോഴാണ് NCL സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ഹാജരാക്കേണ്ടി വരിക. അതായത് അഡ്മിഷൻ സമയത്ത് മാത്രമേ NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. ഇനി ജനറൽ വിഭാഗത്തിൽപ്പെട്ട മുന്നോക്കക്കാര്, നായർ, നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുന്നോക്കക്കാർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ള ഒരു റിസർവേഷൻ ഉണ്ട്. EWS റിസർവേഷൻ എന്ന് പറയും. ഇതുപോലെ EWS റിസർവേഷൻ പ്രകാരം ഈ മുന്നോക്കക്കാർക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിയുമ്പോൾ അവർ EWS സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടി വരും. അല്ലാതെ അപേക്ഷാ സമയത്ത് EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുകയോ ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകുകയോ ഒന്നും വേണ്ട. EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക്
EWS കാറ്റഗറിയിലും അലോട്ട്മെന്റ് അപേക്ഷ നൽകാനാവും. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപേക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അപേക്ഷ നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അലോട്ട്മെന്റ് പ്രധാനമായിട്ടും മുഖ്യ അലോട്ട്മെന്റുകൾ 2 ഉണ്ടാവുക. ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇൻഡിക്കേഷൻ ആണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു സൂചന നൽകുന്നുണ്ട് ട്രയൽ അലോട്ട്മെന്റ്. അതായിരിക്കും ആദ്യം നടക്കുന്ന പ്രോസസ്സ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് നൽകും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരു 5 കോളേജിൽ അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയ ആ വിദ്യാർത്ഥിക്ക് 3ാമത്തെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ ആ കോളേജിൽ ആ വിദ്യാർത്ഥി സാറ്റിസ്ഫൈ ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് ബാക്കി വരുന്ന മുകളിൽ വരുന്ന 2 കോളേജുകൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തി സെക്കൻഡ് അലോട്ട്മെന്റിൽ മുകളിലുള്ള ഏതെങ്കിലും കോളേജുകളിലേക്ക് മാറുവാനുള്ള ഒരു സാധ്യതയും ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്തുണ്ട്. പിന്നെ അലോട്ട്മെന്റ് ലഭിച്ച ഉടനെ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. മാൻഡേറ്ററി ഫീ കഴിഞ്ഞ വർഷം 540 രൂപയായിരുന്നു ജനറൽ വിഭാഗത്തിന്. SC ST വിഭാഗത്തിന് കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഒരു 200 രൂപയുടെ അടുത്താണ് വരുന്നത്. പക്ഷെ ഈ വർഷം ഒരു ലിറ്റിൽ എമൗണ്ട് കൂട്ടാൻ സാധ്യതയുണ്ട് മാൻഡേറ്ററി ഫീ. അത് അലോട്ട്മെന്റ് ലഭിച്ച ഉടനെ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയിലായാലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാലും ഈ മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം. ഇതാണ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരെയുള്ള ഘട്ടം പറയുന്നത്. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചാലും ഉടനെ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. മറ്റൊരു കാര്യം, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചാലും ഉടനെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യാതിരിക്കുകയോ മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ പോയി ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണം. ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് വാക്കൻസികൾക്കനുസരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് അപേക്ഷ നിങ്ങൾ റിന്യൂ ചെയ്ത് നൽകണം. ഇതാണ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപേക്ഷ റെഗുലർ വിദ്യാർത്ഥികൾ ആധാർ കാർഡ്, ഒരു ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ ID, അപ്പാർ ID. ഞാൻ പറഞ്ഞു അപ്പാർ ID നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പാർ ID. ഇത്രയും ഡോക്യുമെന്റ്സ് അല്ലാതെ മറ്റൊരു ഡോക്യുമെന്റ്സും അപേക്ഷാ സമയത്ത് നൽകേണ്ടതില്ല. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തോളൂ. സ്വന്തമായി പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും CSE സെന്ററുകളെ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകളെ, ഇന്റർനെറ്റ് കഫേകളെ, ഇന്റർനെറ്റ് സെന്ററുകളെയൊക്കെ ആശ്രയിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഓക്കെ.